சுற்றுச்சூழல் பாதுகாப்பு பகுதியான சொக்கர்முடியில் தனியார் நபர் விற்பனை செய்தது 60க்கும் மேற்பட்ட பிளாட்டுகள். 5 முதல் 15 சென்ட் வரை 60 பிளாட்டுகள் விற்பனை செய்யப்பட்டுள்ளன. ஏக்கருக்கு 3.5 கோடி ரூபாய் வாங்கியுள்ளதாகவும் ரிப்போர்ட்டுகள் தெரிவிக்கின்றன. இந்த காரியத்தில் விசாரணை நடத்த ரெவன்யூ துறை உத்தரவு கொடுத்துள்ளது. பைசன்வேலி வில்லேஜில் சொக்கர்முடி பகுதியில் பூமி மாபியாக்கள் சட்டங்களை காற்றில் பறக்கவிட்டு சட்டவிரோதமாக சாலை உட்பட உள்ளவைகள் அமைத்து ரெவன்யூ துறையின் மௌன அனுமதியுடன் பாறைகளை உடைத்து கடத்தி மரங்களை வெட்டி கடத்தி ஏராளமான வேலைகள் தான் அங்கு செய்துள்ளது. பிளாட்டுகளாக அங்கு மாற்றி விற்பனை நடத்தியும் உள்ளனர். பிளாக் நம்பர் 005 சர்வே நம்பர் 27/1 259/16 உட்படக்கூடிய பூமியில் வீடு கட்டுவதற்கு ரெவன்யூ துறை கொடுத்த அனுமதியின் மறைவில்தான் இங்கு வீடுகள் வைப்பதாக கூறி 2 மாதத்திற்குள்ளாக 60க்கும் மேற்பட்ட பிளாட்டுகள் விற்பனை செய்யப்பட்டுள்ளது. ஏராளமானோர் இடம் வாங்குவதற்காக அட்வான்ஸ் கொடுத்துள்ளதாகத்தான் அப்பகுதியை சேர்ந்த നബർ. ചക്രമുടിയിൽ ഇവരൊരു വ്യാജ പട്ടയം ഒരു 14 ഏക്കർ പറയുന്നുണ്ട്. അതുകൂടാതെ റവന്യൂ ഭൂമി ഒരു 12 ഏക്കർ ഒരു വ്യാജ എഗ്രിമെൻറ്റോടെ അതും കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ 50-50ഓളം ഏക്കർ ഭൂമി അല്ലാതെ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. കുറിഞ്ഞി നശിപ്പിച്ച് പാറ പൊട്ടിച്ച് വലിയ റോഡ് വെട്ടി ഒത്തിരി അങ്ങനെ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഈ പട്ടയം അവകാശപ്പെടുന്ന സ്ഥലങ്ങളിൽ തന്നെ ഏകദേശം 60 പ്ലോട്ടുകളോളം വിറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് 5 സെൻറ്റ് തൊട്ട് 15 സെൻറ്റ് വരെയുള്ള തുണ്ടുകളാക്കി പ്ലോട്ട് തിരിച്ച് വിറ്റിട്ടുണ്ട്. അതെല്ലാം 3.5 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷത്തിനൊക്കെയാണ് ഓരോ സെൻറ്റിനും വിറ്റിരിക്കുന്നത്. നിസ്സാര വിലയ്ക്ക് ഈ ഭൂമി കൈവശപ്പെടുത്തി അല്ലെങ്കിൽ ഒരു വ്യാജ എഗ്രിമെൻ്റ് പേര് ഈ ഭൂമി കൈവശപ്പെടുത്തി ഭീമമായ തുകയ്ക്ക് വിറ്റ് കോടികൾ സമ്പാദിച്ചിട്ട് പോകുന്ന ഒരു ഭൂമാഫിയാണ് ഇവിടെ ശരിക്കും പ്രവർത്തിക്കുന്നത്. അത് റവന്യൂ അധികാരികൾക്കെല്ലാം കണ്ടമാനം പൈസ, കോടിക്കണക്കിന് പൈസ, ഇവർക്ക് കോടിക്കണക്കിന് രൂപ ലാഭം കിട്ടുമ്പോൾ അതിന് ഓരോ കോടികൾ വീതം ഈ റവന്യൂ അധികാരികളും കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മലനിരകളെ കൊള്ളയടിച്ച് ജീവിക്കുന്ന പല സ്ഥലത്തും ഈ മൈജോ ജോസഫ് എന്ന് പറഞ്ഞ ആൾ വട്ടവടയിൽ ഭൂമി കൈകാര്യത്തിൽ പ്രതിയാണ്. അതുപോലെ തന്നെ മരലിൽ ഫ്ലാറ്റ് പൊളിച്ചപ്പോൾ അതിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊരു സ്ഥിരം സംവിധാനമാണ്. ഇങ്ങനെയുള്ള പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ കൈകയറി അവിടെ കൊള്ളയടിച്ച് പൈസ തട്ടുന്ന ഒരു ഭൂമാഫിയ സംഘമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആ റവന്യൂ അധികാരികളുടെ നല്ല സപ്പോർട്ടും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കൊള്ള നടത്തിയിട്ടുണ്ട്. സ്റ്റോപ്പമ്പയിൽ വില്ലേജ് ഓഫീസർ പറയുന്നത് അവിടെ അനധികൃത നിർമ്മാണം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഭൂമി തന്നെയാണ് ഇവർക്ക് വീട് വെക്കാൻ വേണ്ടി NOC കൊടുത്തിട്ടുള്ളത് തഹസിൽദാർ. എന്നാൽ ഒരു പെറ്റി കേസ് പോലും ഇവരുടെ പേരിൽ ഇതുവരെ എടുത്തിട്ടുള്ളതെന്നാണ് നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. சுற்றுச்சூழல் பாதுகாப்பு பகுதியில் இதுபோன்ற கையேற்றங்களுக்கு எதிராகவும் ரியல் எஸ்டேட் மாஃபியாக்களுக்கு எதிராகவும் கோடிக்கணக்கான ரூபாய் தான் சென்டிற்கு கொடுத்துள்ளது. 2 லட்சம் முதல் 4 லட்சம் வரை தற்பொழுது பூமி பிளாட்டுகளாக விற்பனை செய்துள்ளது. சம்பவத்தில் ரெவன்யூ துறை அமைச்சர் விசாரணைக்கு உத்தரவிட்டுள்ளார். நியூஸ் பீரோ ராஜகுமாரி.